ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഒഴിച്ചുകൂട്ടാനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. 1/4 കപ്പ് ചെറുപയർ എടുത്ത് തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചതാണ്. ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, 1 തക്കാളി, പകുതി സവാള, കുറച്ച് വേപ്പില, കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പരിപ്പ് വേവാനുള്ള വെള്ളം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് 3 വിസിൽ വിട്ടെടുക്കാം. പയറ് 3 വിസിൽ വിട്ടെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കായപ്പൊടി, 10-12 വെളുത്തുള്ളി, 15 ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഉള്ളി സോഫ്റ്റ് ആകുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി. പയറ് നമ്മൾ പച്ചമുളക് ഇട്ടാണ് വേവിച്ചേക്കണേ, അപ്പോൾ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്തോളൂ. മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർക്കണ്ട കേട്ടോ, പൊടി കരിയാണ്ടിരിക്കാൻ. പൊടികളുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ പോയി എണ്ണ നല്ലോണം തെളിഞ്ഞ് വന്നു കേട്ടോ. ഈ സമയത്ത് 5 വഴുതനങ്ങ എടുത്ത് നീളെണ്ണം മുറിച്ച് വെച്ചിട്ട് അത് ചേർക്കാം. വഴുതനങ്ങ നല്ല സോഫ്റ്റായി കിട്ടണം. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട. ഈ വെള്ളത്തിലും ഈ എണ്ണയിൽ തന്നെ സോഫ്റ്റാക്കി എടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. വഴുതനങ്ങ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കണം പയറാണ് ചേർക്കാൻ പോണത്. കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളക്കട്ടെ കൂട്ടാൻ. പയർ ചേർത്തിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കിക്കോളൂ. എനിക്ക് ഇത്തിരി കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യാണ്. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് നല്ലോണം തിളച്ചോട്ടെ. പുളി ചേർത്തിട്ട് 1 മിനിറ്റിൻ്റെ അടുത്ത് നല്ലോണം തിളപ്പിച്ചു വിട്ടാൽ കുറച്ച് വേപ്പില ഇടുന്നുണ്ട്, മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കാത്ത. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെറുപയർ വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂട്ടാനാണ്. ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.